ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന പ്രചാരണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശിയായ ദീപക്കാണ് മരിച്ചത്. ദീപക് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നും കുടുംബം പറഞ്ഞു. സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇപ്പോൾ ആ കുടുംബം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചെന്നാരോപിച്ച് യുവതി രംഗത്തെത്തിയത്. തിരക്കുള്ള ബസ്സിൽ സഞ്ചരിക്കുന്നതിനിടെ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചായിരുന്നു പ്രതിഷേധം. വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടെയാണ് ദീപക് ജീവനൊടുക്കിയത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദീപക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബവും സുഹൃത്തുക്കളും പറയുന്നു. ഈ ആളിനെ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ചീത്ത അഭിപ്രായം ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അങ്ങനത്തെ ഒരാളല്ല. ആദ്യമായിട്ടാണ്. അപ്പോൾ ആൾ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന ആളല്ലേ. ഇത്രയും കാലം ഞാൻ അവൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ പോകാത്ത നാടുകളിൽ നമ്മളെല്ലാം അധിക ഏരിയകളിൽ ഒരുമിച്ച് പോകണ റിസോർട്ട് എടുക്കാൻ താമസിക്കുന്നതാണ്. ഞങ്ങളാരങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല. ഞങ്ങളങ്ങനത്തെ ഒരു വേണ്ടത്തെ രീതി ചിന്തിച്ചിട്ടുമില്ല ഇതുവരെ. ഗോവിന്ദപുരത്ത് വസ്ത്രവ്യാപാരശാലയിലെ സെയിൽസ് മാനേജറായ ദീപക് ജോലി ആവശ്യങ്ങൾക്കായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കണ്ണൂരിലേക്ക് പോയത്. തിരക്കുള്ള ബസ്സിൽ ദീപക് ലൈംഗികാതിക്രമം കാണിച്ചെന്നാരോപിച്ച് യുവതി സെൽഫി വീഡിയോ പകർത്തിയിരുന്നു. ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. വീഡിയോ 20 ലക്ഷത്തിലേറെ പേർ കാണുകയും നിരവധി പേർ പങ്കുവയ്ക്കുകയും ചെയ്തു. ശരീരത്തിൽ സ്പർശിച്ചത് തെറ്റായ ഉദ്ദേശത്തോടെയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന വിശദീകരണവുമായി യുവതിയും രംഗത്തെത്തിയിരുന്നു. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. ദീപകിന്റെ മരണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദീപകിന്റെ കുടുംബം. ന്യൂസ് മലയാളം, കോഴിക്കോട്.